വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ്. നമ്മളുടെ വിവാഹശേഷം നമ്മളുടെ പാർട്ട്ണർക്ക് മറ്റാരെങ്കിലുമായിട്ട് വല്ല ബന്ധവും കാണുമോ? അതായത് വിവാഹത്തിന് ശേഷം വിവാഹേതര ബന്ധം. അതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് പേരിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രണ്ട് പേരും ഉണ്ട് കേട്ടോ. സമൂഹത്തിലിപ്പോൾ ഇത് കുറേ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് നമുക്ക് ഈ വിവാഹത്തിന് ശേഷം സെക്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അങ്ങനെയുണ്ട്. സെക്സ് മാത്രം ഭാര്യനെ നിലനിർത്തിക്കൊണ്ട് ഭർത്താവ് വേറെ ആളുകളെ തേടി പോകാറുണ്ട്. ഭാര്യ തന്നെ, പക്ഷേ അയാളുടെ വേറെ ആൾക്കാരെ എത്തി പോകുന്ന അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അവർക്കത് ഒരു ഭാര്യയായി തന്നെ നിന്നോട്ടെ, കുട്ടികളും അങ്ങനെ ആ വീടും ആ വീട്ടുകാരിയോ അതൊക്കെ അങ്ങനെ നിൽക്കണം. പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് അവർ പുറത്തു പോകും. അതൊരു തരത്തിലുള്ള ഒരു ഇതേപോലത്തെ ബന്ധം തന്നെയാണ്. ഇനി ചില ആളുകളുണ്ട്, അവർക്ക് വീട്ടിൽ ചിലപ്പോൾ പറയാൻ പറ്റാത്ത വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തി പിടിച്ച് അയാളായിട്ട് സംസാരിച്ച് അയാളോട് സംസാരം, അത് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് കേട്ടോ. സ്വന്തം കാര്യങ്ങൾ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പറ്റാണ്ട് ഭർത്താവിന് ഭാര്യയോട് പറയാൻ പറ്റാത്ത കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇമോഷൻസൊക്കെ പറയാനായിട്ട് ഒരാളെ കണ്ടെത്തും. അപ്പോൾ അയാളോട് ഇതൊക്കെ പറയാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതിൽ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു തരം വിവാഹേതര ബന്ധം ഉണ്ട്. അത് വേറൊരു തരത്തിലുള്ള ബന്ധമാണ്. ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല അടി. അപ്പോൾ ഒരാൾ ഇയാളെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ഒരു റിവെഞ്ച് എന്ന പോലെ വേറെ ഒരാളെ കണ്ടുപിടിച്ച്, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ വേറെ ഒരാളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ വേറൊരു സ്ത്രീയുടെ ഇത് കണ്ടുപിടിച്ച് ആ റിവെഞ്ച്, അതായത് ജലസ്, പിന്നെ അവരെ മാനിക്കപ്പെട്ടില്ല, അവരെ സന്തോഷിപ്പിക്കുന്നില്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവഗണന, ഇഗ്നറൻസ്, അതായത് ഇതൊക്കെയാണ് അവർ ഈ പുതിയ ബന്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ളത്. അങ്ങനെയും ബന്ധങ്ങൾ വരുന്നുണ്ട്. ഇനി ചില ആളുകളുണ്ട്, ഒരാളായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടാവും, പക്ഷേ അയാൾ അവർ തമ്മിൽ പറയില്ല. അതായത് അറിഞ്ഞെങ്കിൽ അറിയട്ടെ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഫൈനാൻഷ്യലായിട്ടും മറ്റ് എല്ലാ കാര്യങ്ങളിലും അവർ ഇവരെ ചേർത്ത് പിടിക്കും. ഇപ്പോൾ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും, ഇപ്പോൾ സംസാരം, അതേപോലെ തന്നെ ഗിഫ്റ്റ്, അങ്ങനെ എല്ലാ രീതിയിലും ഇവർ ഒരേ ഫ്രണ്ട്സ് പോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ഷെ അതിൽ സെക്സ് അവർക്ക് ഇല്ല, ഒരു പ്രണയം. ഇപ്പോൾ രണ്ടാളും തമ്മിൽ പറയുന്നില്ല, പക്ഷെ ചിലപ്പോൾ ഒരാൾ പറഞ്ഞാൽ ചിലപ്പോൾ വേറെ വഴിയിലേക്ക് പോകുമായിരിക്കും, പക്ഷെ അവർ പറയാറില്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഒരു ഭാര്യയിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് അകന്ന് ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നവർ, അതായത് ഉന്നതമായ പൊസിഷനിൽ നിൽക്കുന്നവരായാലും ഇങ്ങനെ ആരെങ്കിലോട് ഒരു സ്നേഹം, ഒരു ആരാധന, അങ്ങനെയൊക്കെ പറയാം അങ്ങനെ വരുന്നു. ഇനി ചില കാര്യത്തിൽ ഭാര്യനെയും കുട്ടീനെയും എല്ലാം മറന്ന് സെക്സിന് വേണ്ടിയിട്ട് വേറെ സ്ത്രീ. ഇപ്പോൾ ഈയിടെ എനിക്കൊരു കേസ് ഉണ്ടായത്, വളരെ സങ്കടം തോന്നി. ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും. അയാൾ ഗവൺമെൻറ് എംപ്ലോയി, ഭാര്യ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല ജോലി, രണ്ട് കുട്ടികൾ. അവരെ ഫ്രണ്ടാണെങ്കിൽ ഭർത്താവിന് ജോലി, ഭാര്യയ്ക്ക് ജോലിയില്ല, അവർക്കും രണ്ട് കുട്ടികൾ. പക്ഷേ അയാൾ അറ്റാക്കായി മരിക്കുകയാണ്. ഇത് ഫ്രണ്ടിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ജോലിയില്ല. അങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വീട്ടുകാർ. അങ്ങനെ അവസാനം ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോകണം. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് അവൾക്ക് ജോലി കിട്ടിക്കോട്ടെ, ചേട്ടനൊന്ന് സഹായിക്കും. അയാൾ അവിടെ പോയി സഹായം തുടങ്ങി. തിരുവനന്തപുരത്തൊക്കെ 1-2 പ്രാവശ്യമൊക്കെ പോകേണ്ടി വന്ന അയാളുടെ പെൻഷൻ്റെ കാര്യങ്ങളും ഈ അവർക്ക് ആശ്രിത നിയമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി ഇപ്പോൾ എന്ത് വന്ന് ഈ മരിച്ച ആളുടെ ഭാര്യയുടെ കൂടെയാണ് ഇപ്പോൾ ഇയാൾ ജീവിക്കുന്നത്. ഇവരെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത്. അപ്പോൾ ആ പാവം സ്ത്രീ ഒരു ലോണൊക്കെ എടുത്തൊരു വീട് വെച്ചത് അത് അയാളുടെ സ്ഥലത്തായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിലും പ്രശ്നമായി അവർ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെയുണ്ട്. അതായത് എല്ലാം അയാൾ ഉപേക്ഷിച്ച്, ഭാര്യനെ ഉപേക്ഷിച്ച്, കുട്ടീനെ ഉപേക്ഷിച്ച് ഇപ്പോൾ അങ്ങനെ വരുന്ന ആളുകളുണ്ട്. അതായത് പാടെ ബന്ധം, കുടുംബ ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് വേറെ സ്ത്രീകളുടെ കൂടെ പരസ്യമായിട്ട് പോയിട്ട് താമസിച്ച് അവരായിട്ട് ബന്ധം വയ്ക്കുന്ന ആളുകളുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളത്. അപ്പോൾ ഈ ബന്ധങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യണം. ഇതിൽ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവുന്നതെന്ന് ഇവർ പോകുമ്പോൾ, അതായത് ഇവർക്ക് ഫോൺ, ഇപ്പോൾ എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇവർ ഈ ഫോണൊക്കെ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കും. ഇവരെ മെസ്സേജുകളോ ഇവരെ ഇതൊന്നും ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യമാരും ചെയ്യുന്നുണ്ട്. ഭാര്യ ഭർത്താവിന് കാണിച്ചു കൊടുക്കാൻ അവർക്ക് ഇഷ്ടമുള്ളത് വളരെ കെയർഫുള്ളായിട്ടാണ് അവരത് യൂസ് ചെയ്യുക. അതായത് വളരെ പ്രൊട്ടക്ഷൻ മെസ്സേജൊക്കെ വന്നപ്പോൾ തന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അവർ ആ ബന്ധം വീട്ടിലറിയാതിരിക്കാനുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. പിന്നെ ചില കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കരമായിട്ട് സീക്രട്ടായിട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഭാര്യനോട് പറയില്ല, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോട് പറയില്ല, എല്ലാം അവരെ ഹൈഡ് ചെയ്തിട്ടാണ് അവരെ പ്രവർത്തികളുണ്ടാവുക. അപ്പോൾ അത് വളരെയധികം ചീത്ത പ്രവർത്തിയിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പുതിയ ബന്ധത്തിലിടുന്ന ആളുകൾ ഭയങ്കരമായിട്ട് അവരുടെ ഡ്രസ്സിങ് കോഡ് തന്നെ മാറും. ഇത്തിരി കൂടെ നല്ല സ്റ്റൈലിൽ, ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ അവർ ഒന്നും കൂടെ ഇതായിട്ട് മോഡേണൊക്കെ ആയിട്ട്, പിന്നെ അതേപോലെ തന്നെ ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ ഡ്രസ് കോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആക്കി ഇത്തിരി വില കൂടിയ ഡ്രസ്സും അങ്ങനെയൊക്കെ അവർ പോകാനായിട്ട് തയ്യാറെടുക്കും. ഇനി ചിലപ്പോൾ ഇപ്പോൾ ഭർത്താവാണ് ഇതിന് പോകുന്നത് വെച്ചാൽ ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ദേഷ്യമാണ്, നിനക്ക് വേറെ ഇതില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു കാര്യങ്ങളും കൺസിഡർ ചെയ്യില്ല. ഭാര്യമാർ അങ്ങനെ തന്നെ അവർ ഇതിൽ കൂടെ ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഭർത്താവിനോട് ഏത് നേരം ദേഷ്യപ്പെടും. ഇതാണ് നിങ്ങളങ്ങനെയും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കും. അതായത് ചിലപ്പോൾ അവർക്ക് ഇതിൽ ദേഷ്യം വരും, ഈ കാര്യം അറിയുമോ എന്നുള്ള രീതിയിൽ ഒരു അഭിനയം പോലെ. പിന്നെ ഭാര്യനോട് നുണ പറഞ്ഞിട്ട് പോകുന്ന കുറേ ആൾക്കാരാണ്. ഞാൻ ഇന്നടത്ത് പോകുന്നു, ദൂരൊരു സ്ഥലത്താണ് എനിക്കിന്ന് ഡ്യൂട്ടി എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ 2 ദിവസത്തെ ടൂറുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും നമ്മൾ സിനിമകളിലൊക്കെ കണ്ടില്ലേ, അങ്ങനെ പോകും. അങ്ങനെ പോയി എൻജോയ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് വരുന്നവരുണ്ട്. അങ്ങനെ പെണ്ണുങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. കുറേയൊക്കെ ഭർത്താക്കന്മാരെ കൺട്രോളിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് അവർ അങ്ങനത്തേനൊന്നും പോകുന്നു തോന്നുന്നില്ല. എന്നാൽ പോകുന്നവരുണ്ടാവാം. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് വളരെയധികം വ്യത്യാസങ്ങൾ അവരുടെ ഓരോ ബിഹേവിയേഴ്സിലും കാണുകയും ചെയ്യും. അങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരും 2 കൂട്ടരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം തെറ്റിപ്പിരിയുന്നവരുണ്ട്, ഡിവോഴ്സ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ള രീതിയിൽ പെണ്ണുങ്ങളും അങ്ങനെയുണ്ട്. ഇനിയും വീടും കുടുംബവും കുട്ടികളെയും വിട്ട് പുതിയ ബന്ധത്തിലേക്ക് പോകുന്ന സ്ത്രീകളെയും നമ്മൾ കണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്രയോ പേര് അങ്ങനെ പോയി അവസാനം അവരും നശിച്ച്, കുട്ടികളെ നോക്കാൻ ആരില്ലാതെ ഭർത്താവ് വീണ്ടും അവരെ ഉപദ്രവിച്ച്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഒരു മാരീഡ് ലൈഫ് എന്ന് വെച്ചാൽ അതൊരു ചില്ല് ഗ്ലാസ് പോലെയാണ്, പെട്ടെന്ന് വീണ് തകരും. അതിന് ഇടവയ്ക്കാതെ എല്ലാവരും കെയറും ലവൊക്കെ കൊടുത്ത് ഒന്നിച്ച് പോകുന്നതാണ് നമ്മളുടെ ജീവിതയാത്രയിലെ വിജയം തന്നെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും തരാം. ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. താങ്ക് യു.